ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ക്യാരറ്റ് പോളയാട്ട ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ നല്ല വലുപ്പമുള്ള 2 ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിന്. ഇനി അതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. നല്ലോണം തന്നെ വേവിച്ചെടുക്കാം, കാരണം ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട സാധനം. ഞാനിപ്പോൾ 3 വിസിൽ അങ്ങനെ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വന്ന ശേഷം അതൊരു മിക്സിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള മുട്ടയാട്ടോ എടുത്തത്. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കാം. ഞാനതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കാൻ വെക്കുന്ന മുമ്പേ ഇതിലേക്ക് വേണ്ട കാഷ്യൂം കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാം. അതിനോട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ RKG ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂം കിസ്മിസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് അങ്ങനെ എടുക്കാം. ഇത് രണ്ടും കൂടി വറുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ടിന്നിലാട്ടാ ചെയ്തെടുക്കുന്നത്. ഇത് ഡയറക്റ്റ് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. എൻ്റെ അടുക്കുള്ള നോൺ സ്റ്റിക്കിന്റെ പാത്രം നല്ല ചെറുതുള്ളത്, പിന്നെ നല്ല വലുതുള്ളത്. അപ്പോൾ അത്ര വലുപ്പത്തിൽ പോള വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ടിന്നിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ നിങ്ങളടുത്ത് പോളന്റെ നോൺ സ്റ്റിക്കിന്റെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ ഒഴിച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഞാനിതാ ഈ ടിന്നിൽ കുറച്ച് RKG തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാഷ്യൂം കിസ്മിസും വറുത്തെടുത്ത് ആ സെയിം RKG ഇതിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത് വന്ന ആ ക്യാരറ്റിന്റെയും മുട്ടന്റെ എല്ലാം ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാട്ടോ. അതിലേക്ക് തട്ടിറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ടിന്ന് ഇറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ട് വെച്ച കാഷ്യൂം കിസ്മിസും ഇതിന് മേലെയായിട്ട് വെച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലും മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതിനി അടച്ചു വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതെനിക്ക് കറക്റ്റ് ഒരു 15 മിനിറ്റ് ആയിട്ടാ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. അതുകൊണ്ട് നിങ്ങൾ ആയിനൊന്ന് ഒരു കത്തിയോ സ്ക്യൂറോ അങ്ങനെ എടുത്തിട്ട് കുത്തി നോക്കിയിട്ട് അങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പം ഇതിനാണ് ഒരു 15 മിനിറ്റിന് ശേഷം ആട്ടോ ഇത് ഓപ്പൺ ആക്കുന്നത്. എനിക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലോണം ചൂടാറിയ ശേഷം മാത്രം ഇത് ഈ ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂടോടുകൂടി നമ്മൾ എടുത്ത് മാറ്റുന്ന സമയത്ത് ഇതങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ചൂട് ആറിയ ശേഷം മാത്രം ഇതെടുത്ത് മാറ്റാം. അപ്പം നമ്മളെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.